ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ കാണിക്കാൻ പോകുന്നത് ചെറുപയർ മുളപ്പിച്ചത് പച്ചമണമില്ലാതെ നമുക്ക് എങ്ങനെ കഴിക്കാമെന്നുള്ളതാണ്. പലരും ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പച്ചച്ചവ ഇഷ്ടപ്പെടത്തില്ലല്ലേ. അപ്പോൾ അതില്ലാതെ എങ്ങനെ കഴിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നതിന് ശേഷം അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് കടുക് നമുക്ക് ഇട്ട് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു ചെറിയൊരു കഷ്ണം സവാള, അതുപോലെ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പച്ചയ്ക്ക് ഇതുപോലെ മുളപ്പിച്ച് കഴിക്കുന്നവരും ഉണ്ട്. എനിക്കതിൻ്റെ പച്ചമണം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇത് തന്നെയല്ല കേട്ടോ, ചെറുപയറിൻ്റെ ദോശയുടെ ഒരു റെസിപ്പി ഞാനിതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അരച്ച് അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല എന്തിനാണെന്നല്ലേ, അതിട്ട് കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വെജും നോൺ വെജും ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ്, വെറൈറ്റി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അറബിക് ഫുഡുകൾ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ടൈം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ഈ പയർ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം മാത്രം മതി കേട്ടോ. എന്നിട്ട് ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റുന്നവരേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇങ്ങനെ നമുക്ക് പച്ചക്കാണെങ്കിലും കഴിക്കാം. അതിന് പ്രത്യേകിച്ച് നമുക്ക് ചപ്പാത്തിയോ അങ്ങനെ ഒന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.